കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസ് എന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോഴിക്കോട് DCCയുടെ ആരോപണം. പോലീസിന്റെ ഗ്രനേഡും ടിയർ ഗ്യാസുമാണ് പൊട്ടിത്തെറിച്ചത് എന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ UDF സത്യാഗ്രഹ സമരം നടത്തി. ആദ്യ ദൃശ്യത്തിൽ കാണാം, പോലീസിന്റെ ഗ്രനേഡ് എറിഞ്ഞ പോലീസ് നിൽക്കുന്ന ഭാഗത്തുനിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും. വെള്ളിയാഴ്ച ഉണ്ടായ സംഘർഷത്തിൽ പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ദൃശ്യങ്ങളാണ് കോഴിക്കോട് DCC പുറത്തുവിട്ടത്. പോലീസ് നിന്ന ഭാഗത്താണ് സ്ഫോടനമുണ്ടായതെന്നും ഗ്രനേഡും ടിയർ ഗ്യാസും പൊട്ടിത്തെറിച്ചതെന്നും DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ. കഴിഞ്ഞ 3 ദിവസമായി മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ട്, സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനമുണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ്. സംഭവം നടന്ന 4-ാം ദിവസം കരിമരുന്ന് പുരണ്ട നൂൽ, ഇരുമ്പു ചുഴകൾ എന്നിവ കണ്ടെത്തിയെന്ന പോലീസ് വാദം UDF തള്ളി. അങ്ങനെ തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കൊണ്ടുവന്നിട്ടതാകാമെന്നാണ് ആരോപണം. സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടി UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. കള്ളപ്രചാരണമാണ് പോലീസും CPIM നടത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ UDF സത്യാഗ്രഹ സമരം നടത്തി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.